അടിപൊളി. വീണ്ടും എന്നെ കൊതിപ്പിക്കുക. ആണ്ടെ കളറല്ലേ? എംജിങ്ങളെ ഈ കളർ ആർക്കാ ഇഷ്ടം? എല്ലാവർക്കും ഇഷ്ടം. ഞങ്ങളുടെയൊക്കെ ഞാൻ സമ്മതിക്കില്ല, എനിക്ക് മാത്രം. എംജിങ്ങൾക്കാണ് ഇഷ്ടം. അല്ല, ലാവെൻഡർ, മോളെ ലാവെൻഡർ എല്ലാവർക്കും ഇഷ്ടം. എന്നാലും എന്റെ ഏറ്റവും പ്രിയപ്പെട്ട കളറാണ്. ഇവിടെ MG സാറിന്റെ ഒരു കളറായിട്ടാണ് തോന്നി. കാരണം ഇവിടെ ലാവെൻഡർ സോപ്പൊക്കെ വെക്കുമ്പോഴത്തേക്ക് ഞാൻ പിന്നെ കാണില്ല അത്. ചേട്ടാ എന്റെ കയ്യില് 4 ലാവെൻഡർ പട്ടുസാരി ഉണ്ട്, ഒരെണ്ണം ചേട്ടന് തരാം. പട്ടുസാരിയൊക്കെ കൊടുത്താൽ പട്ടുസാരി ഒക്കെ കൊടുത്ത് ഞാൻ മീശയൊക്കെ ഷേവ് ചെയ്ത് നന്നായിരിക്കും. ആൻസർ കുട്ടി, ഇത് നന്നായിരിക്കും. നീ ഡ്രസ് എവിടുന്ന് വാങ്ങിച്ചത്? ആന്റി പാടിയതിന് സെലക്ട് ഒക്കെ കിട്ടിയില്ലേ, അപ്പൊ 100 കിട്ടിയില്ലേ, അതിന് എനിക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു. 100 വാങ്ങിച്ചാ എത്ര ഗിഫ്റ്റ് ഇനി കിട്ടാൻ പോണു? അതെ അതെ. അപ്പൊ അതിന് നമ്മൾ എന്താ ചെയ്യണ്ടേ? അല്ല, ഇവിടെ ഒരു പുതിയ ആള് വന്നിട്ടുണ്ടല്ലോ. അല്ല, അതവിടെ ഇരിക്കട്ടെ, ആ ആളവിടെ ഇരിക്കട്ടെ, അങ്ങോട്ട് പോവാം. റാഗി എന്ന്. പക്ഷെ അതിനെന്താ ചെയ്യണ്ടേ ഈ 100 വാങ്ങിക്കാൻ? പാട്ട് വേണം. പാട്ട് ചുമ്മാ പാടിയാ പോരല്ലോ. ചുമ്മാ പാടാനല്ല, ഞാൻ മര്യാദക്ക് പാടാനാ. മര്യാദക്കല്ലോ, കൃത്യമായിട്ട് പാടണം. കൃത്യമായിട്ട്, അതായത് തുടക്കം തൊട്ട് അവസാനം വരെ ഒരു തെറ്റും കൂടാതെ പാടിയാൽ 100 കിട്ടും. അപ്പൊ അതിനുവേണ്ടി പരിശ്രമിച്ചാലേ വീണ്ടും ഇതുപോലത്തെ ഉടുപ്പുകൾ കിട്ടത്തുള്ളൂ. മനസ്സിലായോ? ഇനി അടുത്ത ആള് വന്നു. റാഗിങ് തുടർന്നു. ഈ പുതിയ ഒരാളെ എവിടെ കണ്ടിട്ടില്ല. ഞാൻ പുതിയ ആളൊന്നുമല്ല, പഴയ ആളാണ്. ഈ പുതിയ ആൾക്ക് വേണ്ടി ഒരു പാട്ട് പാടിയിട്ടുണ്ടല്ലോ. ഏത് പാട്ട്? ഇഷ്ടമല്ലടാ എനിക്കിഷ്ടമല്ലടാ, തൊട്ട് നട്ടും ഇഷ്ടമല്ലടാ. അയ്യോ, അങ്കിളിനെ എന്നെ പറഞ്ഞ, ഞാൻ വെറുതെ പാട്ട് പാടിയതാ. ആൺകുട്ടിക്ക് എന്നെ ഇഷ്ടമല്ലേ? ഇഷ്ടമാണെന്നേ. പിന്ത ഇഷ്ടമല്ലടാന്ന് പാടിയ എന്താണ്? അതാ പാട്ടിലുള്ളത്. അങ്ങനെ പറഞ്ഞാ പറ്റൂല. അപ്പൊ ഞാൻ വേണ്ടി പറയും, ഇഷ്ടമാണടോ എനിക്കിഷ്ടമാണടോ, നിന്റെ സൂത്രങ്ങൾ ഇഷ്ടമാണടോ. ബാക്കി പാട്. എന്തിനാ? അടിപൊളി, സൂപ്പർ. അപ്പൊ നമുക്ക് എപ്പോഴെങ്കിലും ഈ പാട്ട് ഒരുമിച്ച് പാടാം. മിനിമാമ നല്ല ഡ്രസ്സൊക്കെ ഇട്ടൊന്ന കണ്ടിനാ. നല്ല ഭംഗിയുണ്ട്. അങ്ങനെ പറഞ്ഞ കൊച്ച് ഇഷ്ടപ്പെട്ടോ? ഈ മാല, ഈ സാരി, ഈ കളറൊക്കെ ഇഷ്ടപ്പെട്ടോ? ഭംഗിയുണ്ട്, നല്ല ഭംഗിയുണ്ട്. ശരി, ഏത് പാട്ടാ പാടുന്നേ? താലി പീലി കാടുകളിൽ. കാടുകളിൽ തളം തുള്ളി നടന്നപ്പോൾ എന്ത് പറ്റി? തളം തുള്ളി നടന്നപ്പോ ചിങ്ങനിലാവിന് പണ്ടൊരു ചിലമ്പു കിട്ടി, പൊന്നിൻ ചിലമ്പു കിട്ടി. എന്നിട്ട് എന്ത് ചെയ്തു? അതെ, ആർക്ക് കിട്ടി ചിലമ്പ്? പഠിക്കുമ്പോ ഇതൊക്കെ നോക്കണ്ടേ? എന്റെ ദൈവമേ, ദൈവമല്ലല്ലോ, ഞങ്ങള് മനുഷ്യരല്ലേ ചോദിക്കുന്നത് അല്ലേ? ചിലമ്പ് എന്താണെന്നറിയോ? ചിലമ്പ്, ചിലമ്പ് മീനൂട്ടിക്കറിയോ? ചിലമ്പ് ചിലങ്കയാണ്. ചിലമ്പല്ല, ചിലമ്പ് എന്തായിരിക്കും അത്? ഇതാണ് ചിലമ്പ്. എന്ത് വള? ഇതാണ് ചിലമ്പ്. ഇതിന്റെ വലിയത് പല പല സൈസ് ഉണ്ട്. ഓ, പിന്നെ 2 കാലയിലും ഇടുവോ? ഇട്ടിട്ടുണ്ട്. തളാന്നും പറയും, തള. അത് ഞാൻ കേട്ടിട്ടുണ്ട്. അതാണ് ചിലമ്പ്. കൃഷ്ണകുമാർ ഇട്ടുകൊണ്ടിരിക്കുക, തളച്ചിട്ടിരിക്കുക. അപ്പൊ മോളെ ഡീറ്റെയിൽസ് പറയൂ. മ്യൂസിക് കെ രാഘവൻ മാഷ്, ലിറിക്സ് വയലാർ രാമവർമ്മ സാർ, സിംഗർ പി സുശീലാമ്മ, ആൻഡ് സിനിമയുടെ പേര് റെബേക്ക. എന്റെ ഫ്രണ്ടിന്റെ പേര് റബേക്ക. എന്നിട്ട് എന്റെ സിനിമയുടെ ഇയർ 1963. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? പിന്നല്ല ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.